ഇന്ന് പഠിപ്പിക്കുന്ന വിഷയം വേഗത, സ്പീഡ്, വേഗത, ദൂരം, ഡിസ്റ്റൻസ്, സമയം. അതായത് വേഗത പോണ്, ദൂരം കടന്ന് എടുക്കുന്ന സമയം എത്ര. കാരണം വേഗത എന്ന് പറഞ്ഞാൽ വേഗത പറഞ്ഞാൽ നമ്മൾ ബസ്സിലെല്ലാം എഴുതിക്കാറില്ലേ 60 കിലോമീറ്റർ പെർ അവർ. വേറെ ഒരു 40 കിലോമീറ്റർ പെർ അവറാണ്. അപ്പോൾ ഒരു മണിക്കൂറിൽ പോകുന്ന ദൂരം കിലോമീറ്ററിൽ പറയണം. അതാണ് വേഗത. ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം കിലോമീറ്ററിൽ കിലോമീറ്ററിൽ കാണുന്നതാണ് വേഗത. ഇപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ അപ്പോൾ വേഗത കാണാൻ, സ്പീഡ് കാണാൻ ദൂരം ഡിസ്റ്റൻസ് ബൈ സമയം ടൈം. അതായത് വേഗത കാണാൻ ദൂരം ഹരിക്കണം സമയം. ദൂരം കാണാൻ വേഗത സ്പീഡ്, വേഗത പെരുക്കണം സമയം. ഇനി സമയം കാണാൻ ദൂരം ഹരിക്കണം വേഗത. അതായത് S d/t, d S × t, t d/s. വേഗത. അപ്പോൾ സാധാരണ PSC പരീക്ഷയ്ക്ക് വേഗത സ്പീഡിനെ പറ്റി ചോദിക്കുമ്പോൾ ചെറിയ ഒരു സെക്കൻഡിൽ പോകുന്ന ദൂരം എത്ര എടുക്കും? ചിലപ്പോൾ 10 സെക്കൻഡിൽ പോകുന്ന ദൂരം എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ ഒരു സെക്കൻഡിൽ കിലോമീറ്റർ പോവില്ല. മീറ്റർ ദൂരം പോകും. അത് കാണും, ചേഞ്ച് ചെയ്യണം. കിലോമീറ്റർ മണിക്കൂർ അവറിനെ ചേഞ്ച് ചെയ്ത് മീറ്റർ സെക്കൻഡാക്കി മാറ്റണം. അതെവിടെയാണ്? അപ്പോൾ ഒരു കിലോമീറ്റർ മണിക്കൂറിനെ ചേഞ്ച് ചെയ്ത് മീറ്റർ സെക്കൻഡാക്കി മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കണം. അത്ര 5/18 കൊണ്ട് ഗുണിക്കണം. കിലോമീറ്റർ മണിക്കൂറിനെ മീറ്റർ സെക്കൻഡ്, മീറ്റർ M, സെക്കൻഡ് S, മീറ്റർ സെക്കൻഡ് ആക്കി മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കണം. ഇനി മീറ്റർ സെക്കൻഡിനെ കിലോമീറ്ററാക്കി ചേഞ്ച് ചെയ്യണം. മാറ്റാൻ 18/5 കൊണ്ട് ഗുണിക്കണം. നമ്മൾ സാധാരണ തീവണ്ടി, കാറ്, സൈക്കിള് ഇതൊക്കെ പോകുന്ന സ്പീഡാണ് അധികവും പറയാം. അപ്പോൾ അങ്ങനെ സ്പീഡ് പറയുമ്പോൾ നമ്മൾ ചിലപ്പം മീറ്ററിനെ കിലോമീറ്റർ ആക്കേണ്ടി വരും. അത് ഒരു മീറ്റർ പോകുന്ന പിന്നെ ഒരു സെക്കൻഡ് പോകുന്ന മീറ്റർ കാണേണ്ടി വരും. അപ്പോൾ കിലോമീറ്ററിനെ മീറ്ററാക്കാൻ 1000 കൊണ്ട് ഗുണിക്കണം. 1, 10, 100, 1000 കൊണ്ട് ഗുണിക്കണം കിലോമീറ്ററിന്. ഇപ്പോൾ 2 കിലോമീറ്റർ 2 × 1000 = 2000. ഇനി മീറ്ററിനെ കിലോമീറ്റർ ആക്കാനോ? ഇപ്പോൾ 5000 മീറ്റർ എത്ര കിലോമീറ്റർ? അപ്പോൾ കിലോമീറ്ററാക്കി മാറ്റാൻ 1000 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 5000/1000 സമയം എത്രയാണ്? 5 കിലോമീറ്റർ. അങ്ങനെ മാറ്റാൻ പഠിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ട് 18 കിലോമീറ്റർ അവർ. അതായത് ഒരു മണിക്കൂറിൽ 18 കിലോമീറ്റർ ഉണ്ട്. അതിന് മീറ്റർ സെക്കൻഡ് ആക്കിയാൽ 5 മീറ്റർ സെക്കൻഡ് കിട്ടും. അതായത് ഒരു സെക്കൻഡിൽ 5 മീറ്റർ പോകുന്നു. ഇനി വേഗത 36 കിലോമീറ്റർ ആണല്ലോ.
36 കിലോമീറ്ററാണ് വേഗതയെങ്കിലോ 10 മീറ്റർ സെക്കൻഡ് പോകും. ഇതെല്ലാം കാണാതെ പഠിച്ച കുറച്ച് നല്ലതാണ്. പിന്നെ 54 കിലോമീറ്റർ വേഗത, ഒരു ബസ്സിൻ്റെയോ തീവണ്ടിയോ ആവട്ടെ, 54 കിലോമീറ്റർ വേഗത. അതിന് മീറ്റർ സെക്കൻഡ് ആക്കിയാൽ 15 മീറ്റർ സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡിൽ 15 മീറ്റർ പോകും. ഇനി 72 കിലോമീറ്റർ സ്പീഡ് 72 കിലോമീറ്റർ, അതിന് ചേഞ്ച് മീറ്റർ സെക്കൻഡ് ആക്കിയാൽ 20 മീറ്റർ സെക്കൻഡ് കിട്ടും. ഇനി 90 കിലോമീറ്റർ ചേഞ്ച് മീറ്റർ സെക്കൻഡ് ആക്കിയാൽ 25 മീറ്റർ സെക്കൻഡ് കിട്ടും. പിന്നെ 108 കിലോമീറ്റർ, അപ്പോൾ അതിൻ്റെ മീറ്റർ സെക്കൻഡൊക്കെ 30 മീറ്റർ സെക്കൻഡ് കിട്ടും. അപ്പോൾ ഇത്രേ എഴുതിയിട്ടുള്ളൂ. ഇത് വലുത് പറഞ്ഞാൽ നിങ്ങൾ 5/18 കൊണ്ട് ഗുണിക്കുക. 5/18 കൊണ്ട് ഗുണിച്ചിട്ടാൽ ഇതൊക്കെ കിട്ടും. പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞുതരൂ. 18-ന് 5 മീറ്റർ, 36-ന് 10 മീറ്റർ, 72-ന് 20 മീറ്റർ, 90-ന് 25 മീറ്റർ, 108-ന് 30 മീറ്റർ. ഇതാണ് ദൂരം. ഇനി നമുക്ക് ഇത് സംബന്ധിച്ച ചോദ്യം നോക്കാം. പേപ്പർ ചോദ്യം വരുന്നുണ്ട്, പറയാം. ഒരു കാറ് 252 കിലോമീറ്റർ 7 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നു. 252 കിലോമീറ്റർ 7 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നു. എന്നാൽ കാറിൻ്റെ വേഗത എത്ര? അപ്പോൾ കാറിൻ്റെ വേഗത പറഞ്ഞാൽ 1 മണിക്കൂറിൽ കാണണം. ഇവിടെ 7 മണിക്കൂറല്ലല്ലോ, 7 മണിക്കൂർ അവിടെയില്ല. 7 മണിക്കൂർ കൊണ്ട് 252 കിലോമീറ്റർ പോയി. അപ്പോൾ വേഗത കാണാൻ വേണ്ടത് വേഗത കാണാൻ നേരത്തെ പറഞ്ഞതാണ് ദൂരം ബൈ സമയം അല്ലേ? ദൂരം ബൈ സമയം. ദൂരം എത്രയാണ്? 252. സമയം എത്രയാണ്? 7 മണിക്കൂർ. അപ്പോൾ 7 മണിക്കൂർ കൊണ്ട് സമയം കൊണ്ട് ഹരിക്കണം. എത്ര കിട്ടുക? 3721. ബാക്കി 4 42-ൽ 6 പ്രാവശ്യം 6×42 36 കിലോമീറ്റർ. അപ്പോൾ ഒരു കാർ 252 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുത്ത സമയം 7 മണിക്കൂർ. അപ്പോൾ 1 മണിക്കൂർ സഞ്ചരിച്ച ദൂരം കാണാൻ ദൂരത്തെ സമയം കൊണ്ട് ഹരിക്കുക. അപ്പോൾ 252-നെ 7 കൊണ്ട് ഹരിക്കുക. ഉത്തരം 36 കിട്ടും. അപ്പം 36 കിലോമീറ്ററാണ് ആ കാർ 1 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നത്. മനസ്സിലായില്ല? അടുത്ത ചോദ്യം. രണ്ടാമത്തേത്, ഒരാൾ 1 മണിക്കൂർ കൊണ്ട് 8 കിലോമീറ്റർ സ്പീഡിൽ സൈക്കിൾ ചവിട്ടുന്നു. സൈക്കിൾ ചവിട്ടുന്നു. എത്ര? 1 മണിക്കൂർ കൊണ്ട് 8 കിലോമീറ്റർ സഞ്ചരിക്കും. അയാൾ 5 മണിക്കൂർ 30 മിനിറ്റ് വിട്ട് സൈക്കിൾ ചവിട്ടി അങ്ങെത്തി. അപ്പോൾ എത്ര ദൂരം എത്തിയിട്ടുണ്ടാവും? ദൂരം കാണും. ദൂരം കാണാൻ പറഞ്ഞ നേരത്തെ വേഗത ഇൻറ്റു സമയം അല്ലേ? ഇവിടെ വേഗത എത്രയാണ്? 8. സമയം എത്രയാണ്? 5:30. വേഗത 8 പെരുക്കണം 5:30. 5.5 മണിക്കൂർ. 5.5 മണിക്കൂർ. അപ്പോൾ 5 മണിക്കൂർ കൊണ്ട് എത്ര പോവും? 5 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം കാണാൻ 5 × 8 40.
അരമണിക്കൂറോ 8ൻ്റെ പകുതി. 1 മണിക്കൂറിൽ 8, അപ്പോൾ അരമണിക്കൂറിൽ അതിൻ്റെ പകുതി 4 മണിക്കൂർ. രണ്ടും കൂട്ടിയാൽ 44 കിലോമീറ്റർ. 44 കിലോമീറ്റർ ദൂരെ അയാൾ എത്തി. 5.5 മണിക്കൂർ കൊണ്ട് 8 കിലോമീറ്റർ സ്പീഡിൽ ചാവട്ടി 5.5 മണിക്കൂർ കൊണ്ട് 44 കിലോമീറ്റർ ദൂരെ എത്തി. ദൂരം കാണാൻ പറഞ്ഞു, ദൂരം. അപ്പോൾ ദൂരം 44 കിലോമീറ്റർ. മനസ്സിലായോ? ഇനി അടുത്തത് 90 കിലോമീറ്റർ. 90 കിലോമീറ്റർ പെർ അവർ. 1 മണിക്കൂറിൽ 90 കിലോമീറ്റർ സ്പീഡ്. വേറൊരു വാഹനം 30 മീറ്റർ പെർ സെക്കൻഡ്. 30 മീറ്റർ 1 സെക്കൻഡിലാണ് പോകുന്നത്. വേറൊരു വാഹനം 1500 മീറ്റർ പെർ മീറ്റർ മിനിറ്റ്. അതായത് ഒന്നാമത്തെ വാഹനം 1 മണിക്കൂറിൽ 90 കിലോമീറ്റർ സഞ്ചരിക്കും. രണ്ടാമത്തെ വാഹനം 1 സെക്കൻഡിൽ 30 മീറ്റർ പോകും. മൂന്നാമത്തെ വാഹനം 1500 മീറ്റർ 1 മിനിറ്റിൽ പോകും. അപ്പോൾ ഈ 3 വാഹനത്തിൽ ഏത് വാഹനത്തിനാണ് സ്പീഡ് കൂടുതൽ, വേഗത കൂടുതൽ? അപ്പോൾ അങ്ങനെ കാണാൻ ഒന്നിക്കെല്ലാം കിലോമീറ്റർ ആക്കുക, അല്ലെങ്കിൽ എല്ലാം മീറ്റർ സെക്കൻഡ് ആക്കുക, അല്ലെങ്കിൽ മിനിറ്റിലാക്കുക. അപ്പോൾ ഇവിടെ മീറ്റർ സെക്കൻഡ് ഇതുണ്ട്. അപ്പോൾ ഇതിനാ മീറ്റർ സെക്കൻഡ് ആക്കിയാൽ മതി. ശരിയല്ലേ? അപ്പോൾ ഇതിന് മീറ്റർ സെക്കൻഡ് ആക്കാണ്. 90 മീറ്റർ സെക്കൻഡ് ആക്കാൻ എത്ര പറഞ്ഞു? 5/18. 5/18 ഗുണിച്ചാൽ മതി. അതെ, 90 മീറ്റർ സെക്കൻഡ് ആക്കാൻ 5/18 ഗുണിക്കണം. 5/18 എത്ര കിട്ടും? എന്തരം 25 കിട്ടും. അപ്പോൾ 25 മീറ്റർ സെക്കൻഡ്. ഇനി 1500 മീറ്ററിനോ മിനിറ്റ്, ഇത് മിനിറ്റിലല്ലേ, അത് സെക്കൻഡിലൊക്കെ 1500/60. കാരണം 60 സെക്കൻഡാണ് 1 മിനിറ്റ്. അപ്പോൾ 1 മിനിറ്റിൽ അപ്പോൾ 1500 മീറ്റർ. അപ്പോൾ ഇത് ഒരു സെക്കൻഡിലേക്കാണ്, മിനിറ്റിൽ 1500. അപ്പോൾ 1 സെക്കൻഡിലേക്കാണ് 60 ഗുണിക്കണം. 60 സെക്കൻഡിൽ 1 മിനിറ്റ് 60 ആയിരിക്കണം. 26 12 30 26. അപ്പോൾ 26 ഇപ്പോൾ എല്ലാ സെക്കൻഡിലായി. 25 മീറ്റർ സെക്കൻഡ്, 30 മീറ്റർ സെക്കൻഡ്, 26 മീറ്റർ സെക്കൻഡ്. ഇപ്പോൾ വേഗത സ്പീഡ് കൂടുതൽ ഇതാണ് 30 മീറ്റർ സെക്കൻഡിൽ പോകുന്ന വാഹനത്തിനാണ് വേഗത കൂടുതൽ. മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം എഴുതാം. അടുത്ത ചോദ്യം കുറച്ചെടുക്കും ചോദ്യം. ഒരു സ്കൂട്ടറും 2.4 കിലോമീറ്റർ 8 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കും. 8 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കും. 2.4 കിലോമീറ്റർ 8 മിനിറ്റ് പോകുന്നു, സഞ്ചരിക്കുന്നു. അരമണിക്കൂർ കൊണ്ട് പോകുന്ന ദൂരം എത്രയാണ് ചോദ്യം, ക്വസ്റ്റ്യൻ. അപ്പോൾ 8 മിനിറ്റ് കൊണ്ടായിരിക്കുമ്പോൾ 1 മിനിറ്റ് കൊണ്ട് എത്ര പോകുന്നതാണ്? 8 മിനിറ്റ് കൊണ്ട് ഇതിനെ 8 കൊണ്ടായിരിക്കുക. 2.4/8. അപ്പോൾ ഈ 8 2 പോവില്ല, 0 ചേർക്കുക. 24 എത്രയായി? 24 3 പ്രാവശ്യം. അപ്പോൾ
0.3 കിലോമീറ്റർ 1 മിനിറ്റ് കൊണ്ട് പോകും. അപ്പോൾ 30 മിനിറ്റ് കൊണ്ട് അരമണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് എത്ര പോകും? ഇവിടെ ഒരു കുത്ത് കൊടുക്കണം. കുത്ത് 90, ഇവിടെ ഒരു കുത്തിൽ ഇവിടെ ഒരു കുത്ത് കൊടുക്കുക. ബാക്കി 9 ഉണ്ടാവും. അരമണിക്കൂർ കൊണ്ട് 9 കിലോമീറ്റർ സഞ്ചരിക്കും. മനസ്സിലായോ? അതായത് 2.4 8 മിനിറ്റ് കൊണ്ടാണ് പോകുന്നത്. അത് 8 കൊണ്ട് അയച്ചാൽ 1 മിനിറ്റ് കൊണ്ട് പോകുന്ന ദൂരം കിട്ടും. 1 മിനിറ്റ് കൊണ്ട് പോകുന്ന ദൂരം കിട്ടും. അത് 0.3 കിട്ടി. ആ 0.3 ആ പോയിൻ്റ് അരമണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് പോകുന്ന ദൂരം കാണും. 1 മിനിറ്റ് കൊണ്ട് 0.3, 30 മിനിറ്റ് കൊണ്ട് 0.3 × 30 = 90. അപ്പോൾ ഒരു പോയിൻ്റ് ഇടുമ്പോൾ 0 പോകും. ബാക്കി 9 കിലോമീറ്റർ അരമണിക്കൂർ കൊണ്ട് പോകുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം പറഞ്ഞുതരാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കാറ് 270 കിലോമീറ്റർ 3 മണിക്കൂർ കൊണ്ട് പോകും. 270 കിലോമീറ്റർ 3 മണിക്കൂർ കൊണ്ട്. പോകുന്നു. ഞാൻ 10 സെക്കൻഡിൽ പോകുന്ന ദൂരത്തിൽ 10 സെക്കൻഡ്. അപ്പോൾ 1 സെക്കൻഡിൽ ആദ്യം കണ്ടിട്ട് 10 കൊണ്ട് ഗുണിക്കണം. ഒരു സെക്കൻഡിൽ ആദ്യം കാണും. അപ്പോൾ 270 അതിനെ 270 കിലോമീറ്റർ 3 മണിക്കൂറാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ 1 മണിക്കൂർ ആദ്യം കാണാം. 1 മണിക്കൂർ ആയതുകൊണ്ട് 270 ഹരിക്കണം എത്രയാ? 3. സമയം എത്ര കിട്ടുക? 90 കിട്ടും. അപ്പോൾ 90 km/h 1 മണിക്കൂർ പോകുന്ന ദൂരം. ഈ 90 km/h മീറ്റർ സെക്കൻഡ് ആക്കി മാറ്റും. മീറ്റർ സെക്കൻഡ് അതിനാ വേണ്ടി 5/18 കൊണ്ട് ഗുണിക്കണം. നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ? അപ്പോൾ 90 × 5/18. അപ്പോൾ 25 കിട്ടും. 25 മീറ്റർ സെക്കൻഡ്. നമുക്ക് ഉത്തരനാകേണ്ടത് 10 സെക്കൻഡ് പോലും. 10 സെക്കൻഡ് ഇത് 1 സെക്കൻഡിൽ പോകുന്നതല്ലേ? അപ്പോൾ 10 സെക്കൻഡിൽ പോകുന്നത് 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 250 മീറ്റർ. അപ്പോൾ 270 കിലോമീറ്റർ 3 മണിക്കൂർ കൊണ്ട് പോകുന്നതുകൊണ്ട് 3 കൊണ്ട് ഹരിച്ച് നമുക്ക് 90 കിട്ടി. അതിനെ മീറ്റർ സെക്കൻഡ് 5/18 കൊണ്ട് ഗുണിച്ച് 25 കിട്ടി. ആ 25 മീറ്റർ 1 സെക്കൻഡിൽ പോകുന്ന ദൂരം. നമുക്ക് കാണേണ്ടത് 10 സെക്കൻഡിൽ പോകുന്ന ദൂരം. അപ്പോൾ 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 25നെ 10 കൊണ്ട് ഗുണിച്ചാൽ ഒരു പോയിൻ്റ് ചേർത്താൽ 250 മീറ്റർ 10 സെക്കൻഡ് കൊണ്ട് പോകും. ഇനി അടുത്ത ചോദ്യം പിന്നെ